ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടുക്കാച്ചി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും ഒരു ചേരുവ മതി കേട്ടോ ഈ അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാൻ. മാത്രമല്ല നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ളൊരു ചേരുവ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. മറ്റൊരു ചേരുവയല്ല, പൊട്ടറ്റോയാണത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8 പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 8 എടുത്തിട്ടുള്ളത്. വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 ഒക്കെ മതിയാകും. അപ്പോൾ പൊട്ടറ്റോൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇതുപോലെ നടുവിലൊന്ന് പൊളിച്ചിട്ട് 2 പീസാക്കി എടുക്കുക. അതിനുശേഷം വീണ്ടും ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല കട്ടിയിൽ തന്നെ കട്ട് ചെയ്താൽ മതി, അല്ലാതെ നല്ല തിന്നാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ പൊട്ടറ്റോയും നമുക്കിതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പൊട്ടറ്റോയും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഐസ് വാട്ടറിൽ നമ്മളിത് 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഈ പൊട്ടറ്റോയ്ക്ക് ഒരുപാട് സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത്. ഇനി ഈ പൊട്ടറ്റോ നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റണം. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് വീണ്ടും കഴുകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഈ ബൗളിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തണുത്ത വെള്ളത്തിലേക്ക് ഈ പൊട്ടറ്റോ ഒന്നും കൂടെ ഇട്ട് കഴുകണം കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിലിട്ട് നല്ല പോലെ കഴുകിയെടുക്കണം. എന്നാലേ ഈ പൊട്ടറ്റോയുടെ സ്റ്റാർച്ചൊക്കെ പോകുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 2 പ്രാവശ്യം പൊട്ടറ്റോ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ അതൊന്ന് കഴുകിയെടുക്കേണ്ടത്. അതായത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടുണ്ടല്ലോ, ആ വെള്ളത്തിലാണ് നമ്മളിതൊന്നും കൂടെ കഴുകിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് മാറി കിട്ടും. എന്നിട്ടൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുക കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളയണം. അപ്പോൾ 3 പ്രാവശ്യം കഴുകിയെടുത്താൽ മതി. ഇനി പൊട്ടറ്റോയുടെ വെള്ളമൊക്കെ ഒപ്പിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ടവൽ ഉപയോഗിച്ചിട്ട് ഇതിലെ വെള്ളം എല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട്. പൊട്ടും വെള്ളത്തിൻ്റെ അംശമല്ല. ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ നല്ല പോലെ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ല ഉൾവശമൊക്കെ നല്ല പോലെ കുക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു ഇളം ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ചെയ്ത് ഉടനെ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഉപ്പിടാതെയാണ് പൊട്ടറ്റോ ഫ്രൈ ചെയ്തത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ വലിയ ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തത് എടുത്തിട്ടുള്ളത് ചാട്ട് മസാലയാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചാട്ട് മസാല ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരൊറ്റ ചേരുവ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ചേർക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ഇത് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പൊട്ടറ്റോ ഒക്കെ മെയിനായിട്ട് കുട്ടികളാണ് കഴിക്കാറ്. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് സ്പൈസി ആയിട്ട് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുളക് പൊടി ചാട്ട് മസാല ഇട്ട് കഴിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്